സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. അവന്റെ നാമം എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്? അവന്റെ നാമം എവിടെയുണ്ട്? നാം ധരിച്ചിരിക്കുന്നു. നാം ആരാണ്? വിശ്വാസികൾ. നാം ആരാണ്? ക്രിസ്ത്യാനികൾ. നാം ആരാണ്? ദൈവത്തിന്റെ മക്കൾ. ഒരു പയ്യൻ കുറ്റം ചെയ്താൽ ആരെയാണ് എല്ലാവരും കുറ്റം വിധിക്കുന്നത്? ആരാണ് ഇവനെ വളർത്തിയത്? ആദ്യമായി അപ്പനെയും അമ്മയുമാണ് എല്ലാവരും വഴക്ക് പറയുന്നത്. ആരാണ് നിന്നെ വളർത്തിയത് എന്ന് ചോദിക്കും. അവൻ ചെയ്ത കുറ്റത്തിന് വീട്ടുകാരെ എന്തിനാണ് പറയുന്നത്? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമർക്കെഴുതിയ ലേഖനത്തിൽ. അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവരായ, അവന്റെ നാമം ധരിച്ചിരിക്കുന്നവരായ നാം വിശുദ്ധീകരിക്കപ്പെടണം. അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എന്നെ വിശുദ്ധീകരിക്കപ്പെടണമേ. കർത്താവേ, നിന്റെ നാമം ധരിച്ചിരിക്കുന്ന എന്നെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതം ശരിയില്ലാത്തതുകൊണ്ട് നിന്റെ നാമത്തെയാണ് ദുഷിക്കുന്നത്. നോക്കൂ, എത്രയോ ആളുകളാണ് ഇന്ന് യേശുക്രിസ്തുവിന് എതിരായിട്ട് ദുഷിച്ചുകൊണ്ട് പറയുന്നതായ വാക്കുകൾ കേട്ടാൽ ഒരു വശത്ത് സങ്കടം വരും. എന്നാൽ ആ കാലത്ത് യേശുവിനെ ക്രൂശിച്ച സമയത്തും അന്നത്തെ ജനസമൂഹം യേശുവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതാണല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ച് സമാധാനിച്ചു. എന്നാൽ ഈ കാലത്ത് നാം ചെയ്യുന്നതായ പ്രവൃത്തികൾ കാണുമ്പോൾ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുകയാണ്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോഴെല്ലാം എന്നെ നീ വിശുദ്ധീകരിക്കണമേ. ഞാൻ കാരണം നിന്റെ നാമത്തിന് അശുദ്ധി വരാതിരിക്കണമേ. ഞാൻ കാരണം നിനക്ക് അപമാനം വരാതിരിക്കണമേ. ഞാൻ നിന്റെ പ്രവൃത്തികൾക്ക് തടസ്സമാകാതിരിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവന് ആരെങ്കിലും ഒരുത്തൻ ഇടർച്ച വരുത്തിയാൽ എന്തു ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്? കർത്താവിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ ഇടർച്ചയായി മാറുന്നു. അങ്ങനെ ഇടർച്ചയാകുന്നവരെ എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? ഗോൾഡ് മെഡലോ സിൽവർ മെഡലോ കൊടുക്കണമെന്നാണോ? അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി. ഒരു തിരികല്ല് എത്ര കിലോ കാണും? ഒരു 20 കിലോ കാണുമോ? ഏറ്റവും കുറഞ്ഞത് 10-15 കിലോ എങ്കിലും കാണും. 15 കിലോയുള്ള ആ കല്ല് കഴുത്തിൽ ഒരു ലോക്കറ്റ് പോലെ കെട്ടിയിട്ട് സമുദ്രത്തിന്റെ ആഴത്തിൽ കൊണ്ടിടണമെന്നാണ്. പിന്നെ അവൻ മുകളിലേക്ക് പൊങ്ങി വരില്ല. എന്താണ്? ഈ ചെറിയവരിൽ ആരെങ്കിലും ഒരുത്തിന് ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടിയിട്ട് സമുദ്രത്തിന്റെ ആഴത്തിൽ കൊണ്ട് കളയുന്നതാണ് അവന് നല്ലത്. എത്രയോ ആളുകൾ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇടർച്ചയായി മാറിയിരിക്കുന്നു. എന്നെപ്പോലെയുള്ള ദൈവദാസന്മാർ എത്രയോ പേരുണ്ട് ഇടർച്ചയാകുന്നത്. നിങ്ങളെപ്പോലുള്ള വിശ്വാസികൾ എത്രയോ പേർ ഇടർച്ചയായിരിക്കുന്നു. മാനസാന്തരപ്പെട്ടതാണ്. എന്താണ് മാനസാന്തരപ്പെട്ടത്? എന്താണ് അവരുടെ ജീവിതത്തിലുള്ള പ്രവൃത്തികളെ? മനസ്സാന്തരത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയില്ല. എത്രയോ ആളുകളാണ് ഇന്ന് തടസ്സമായി നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ കാരണം എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തടസ്സമാകാൻ പാടില്ല. കർത്താവേ, പൗലോസ് പറയുന്നതായ കാര്യം നാം നോക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നിമിത്തം മറ്റുള്ളവരുടെ ജീവിതത്തിലെ തടസ്സമാണെങ്കിൽ ചില കാര്യങ്ങൾ നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ്? അത് ഉപേക്ഷിക്കണം. തെറ്റല്ല എങ്കിലും ഉപേക്ഷിക്കണം. നിന്റെ ശരീരത്തെ വിശുദ്ധിയോടെ നീ കാക്കേണ്ടതാണ്. നിന്റെ സാക്ഷ്യത്തെ നീ വിശുദ്ധിയോടുകൂടി കാക്കണം. നീയൊരു തെറ്റും ചെയ്തില്ല എങ്കിലും കാണുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികളെ സൂക്ഷിക്കണം. അപ്പോൾ നീ കാരണം ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകും. നീ കാരണം ദൈവത്തിന്റെ നാമത്തിന് പുകഴ്ചയുണ്ടാകും. ദൈവദാസനാണെങ്കിൽ ഇങ്ങനെയിരിക്കണം, വിശ്വാസിയാണെങ്കിൽ ഇങ്ങനെയാകണം എന്ന് നിന്റെ പ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ കർത്താവിന്റെ നാമത്തിന് അവിടെ പുകഴ്ചയുണ്ടാകുന്നു, മഹത്വമുണ്ടാകുന്നു. ഇപ്പോൾ കർത്താവിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. നിന്റെ രാജ്യം വരേണമേ. ഏതു രാജ്യമാണ്? നാം ഏതു രാജ്യത്തിലാണ് ഉള്ളത്? ഏതു രാജ്യത്തിലാണ് നാം ആയിരിക്കുന്നത്? ഭൂലോകമാകുന്ന രാജ്യത്തിൽ. ഈ രാജ്യത്തിലെ ഭരണ സംവിധാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താണ്? ഈ രാജ്യങ്ങളിലെല്ലാം അനീതിയുള്ള രാജ്യമാണ്. ഈ രാജ്യങ്ങൾ എല്ലാം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അമരുകയും
ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഭൂമിയിലെ വലിയ വലിയ യുദ്ധങ്ങൾ കാരണം ഇന്ന് പല രാജ്യങ്ങളും കാണുന്നില്ല. പല ജനസമൂഹങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നാം കേൾക്കുന്നത് ഏത് രാജ്യത്തെക്കുറിച്ചുള്ള ന്യൂസുകളാണ്? ഭൂലോകത്തെക്കുറിച്ചുള്ളതാണ്. ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. സ്വർഗത്തിലേക്ക് പോകുവാനുള്ളതായ മാർഗം പിടികിട്ടി എന്നാരെങ്കിലും പറയുമ്പോൾ എപ്പോഴും ഭൂമിയെക്കുറിച്ചുള്ളത് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കാണ് അറിയാവുന്നത് എന്നു ചിലർ പറയും. എന്താണ്? ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ പറഞ്ഞയക്കുവാണെന്ന് വെച്ചോ, പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമോ? ഈ ദേശത്തേക്ക് വരുമോ? എന്താണ്? നിനക്കറിയാമോ? സ്വർഗത്തിൽ പോയവർ പിന്നെ ഭൂമിയിലേക്ക് വരികയില്ല. കാരണം സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ നിനക്ക് ഭൂമിയിലേക്ക് വരുവാനായിട്ട് തോന്നുകയില്ല. അവിടുത്തെ വീതികൾ പോലും സ്വർണ്ണ തെരുവീതികളാണ്. ഇവിടുത്തെ സ്വർണം അപ്പോൾ ആർക്ക് വേണം? സ്വർണ്ണ തെരുവീതികളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഭൂമിയിലെ സ്വർണത്തിന് എന്ത് വിലയാണ്? എന്താണ്? നിന്റെ രാജ്യം വരണമേ കർത്താവേ, നിന്റെ രാജ്യത്തിലേക്ക് എന്നെ ചേർക്കണമേ. ക്രൂശിൽ കിടന്ന കള്ളൻ എന്താണ് പറഞ്ഞത്? യേശുവേ, യേശുവേ. അപ്പോൾ മറ്റേ കള്ളൻ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ നിന്നെ വിടുവിക്കുക, ഞങ്ങളെയും നീ വിടുവിക്കുക എന്ന്. എന്തിനു വേണ്ടിയാണ്? വീണ്ടും ഇറങ്ങി വന്നിട്ട് മോഷണം നടത്തുവാൻ വേണ്ടി, എന്നിട്ട് വീണ്ടും പോലീസ് പിടിച്ചിട്ട് അകത്താകുവാനായിട്ട്. അവൻ യേശുവിനോട് ആവശ്യപ്പെട്ടത് എന്താണ്? അവനെ വിടുവിക്കുക. എന്തിനു വേണ്ടിയാണ്? വീണ്ടും ലോകത്ത് എന്നിട്ട് അവനെ ജീവിക്കുവാനായി. എന്നാൽ രണ്ടാമൻ എന്താണ് പറഞ്ഞത്? നീ ദൈവത്തെ ഭയപ്പെടുത്തില്ലേ? എന്താണ്? നമ്മെ സംബന്ധിച്ച് ഇത് യോഗ്യമാണ്, എന്നാൽ ഇവനിൽ ഒരു കുറ്റവും ഇല്ല. എന്നിട്ട് യേശുവിനെ നോക്കി എന്താണ് പറഞ്ഞത്? യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. എന്താണ് ആ കള്ളൻ പറഞ്ഞത്? നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ. അവന്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിന്റെ രാജ്യത്തിലായിരിക്കണം. ഈ രാജ്യം എനിക്ക് നല്ലത് അല്ല. ഈ കള്ളവും കൊലയും കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും ഭാരങ്ങളും അഴിമതിയും ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ഇതാണ്. ന്യൂസ് പേപ്പറിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വഞ്ചനയും അതുപോലെ ദുഷ്ടതയും കളവും കൊലപാതകവും വ്യഭിചാരവും ആക്രമണങ്ങളും, ബലവാന്മാർ ബലഹീനരെ തകർത്തു കളയുന്നത്, അന്യായം, ദുഷ്ടപ്രവർത്തികൾ. എന്നിട്ടും ഈ ലോകത്തിൽ തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്നിട്ടും ഈ ലോകത്തെക്കുറിച്ച് എന്തിനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, നിന്റെ രാജ്യത്തിൽ നീ എന്നെ ഓർക്കണമേ. നിന്റെ വരവിങ്കൽ എടുക്കുവാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമേ. എന്താണ് അവൻ പറഞ്ഞത്? ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കി വരാം. വീണ്ടും വന്നിട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരാണെങ്കിൽ ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിന്റെ രാജ്യം വരുമാറാകണമേ എന്ന് ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, ശരിയല്ലേ? ഈ നിസ്സാരമായ ലോകത്തിൽ കഷ്ടത മാത്രമാണ്. ഇവിടെ അനീതിയും അക്രമവും ഉണ്ട്. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്ത് യാത്രക്കാർ മാത്രമാണ്. നിന്റെ രാജ്യം വരുമാറാകണമേ, ഞങ്ങളെ നിന്റെ രാജ്യത്തിന് അവകാശികളാക്കി മാറ്റണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാന വിഷയമായിരിക്കണം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിൽ ഒരേ ഒരു ആജ്ഞ മാത്രമാണ്, ഒരാളുടെ വാക്കാണ്. കോടിക്കണക്കിന് ദൂതന്മാർ ആ വാക്കിനെ അനുസരിക്കണം. പിതാവ് പറയുന്ന വാക്കിന് അവിടെ എതിർവാക്കില്ല. എല്ലാവരും ഒരാളെ മാത്രം അനുസരിക്കണം. ആ ലൂസിഫർ എന്ന് വിളിക്കുന്നതായ ദൂതൻ ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കാത്തത് കൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് അവൻ തള്ളപ്പെട്ടത്, പിശാചായിട്ട് മാറിയത്. സ്വർഗത്തിൽ എപ്പോഴും പിതാവിന്റെ വാക്കുകളാണ് അനുസരിക്കേണ്ടത്. ഭൂമിയിലാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങൾ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഭാര്യാഭർത്താക്കന്മാരെ, നിങ്ങൾ സത്യമായിട്ട് ചിന്തിക്കുക, സത്യമായിട്ടും പറയുക. നിങ്ങൾ വളരെ ആദർശ ദമ്പതികൾ ആണല്ലോ. നിങ്ങൾ അങ്ങനെയൊന്നും കലഹിക്കുന്നവരല്ല. എന്നാൽ നിങ്ങൾ സത്യമായിട്ടും പറയുക, നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഭർത്താവിന്റെ ചിന്തകളും ഒരുപോലെയാണോ? എന്താണ്? നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്നാണോ? നിങ്ങളുടെ ഭർത്താവ് ചെയ്യുവാൻ പറയുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ? അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് കളയുമോ? എന്നാൽ ഈ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? അവർക്കെതിരായിട്ടാണ് ചെയ്യുന്നത്. അവൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രമായിരിക്കും ഇവർ ചെയ്യുന്നത്. ഭാര്യ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ പറയുന്നത് നിർത്തുകയാണ്, അല്ലാതെ അവന്റെ അഭിപ്രായം മാത്രം മാറ്റുകയില്ല. ഓരോരുത്തർക്കും സ്വന്തം ഇഷ്ടങ്ങളാണ്. മക്കളും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ കുട്ടികളെ നോക്കുക. നമുക്ക് ദേഷ്യം വരുന്നത് ഏത് വിഷയത്തിലാണെന്ന് മനസ്സിലാക്കിയ അവർ ആ കാര്യം നമ്മോട് പറയുകയില്ല.
ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മോട് പറയൂ. അവർ വളരെ ചിന്തിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തു പറഞ്ഞാൽ മമ്മി സമ്മതിക്കില്ല, പപ്പ സമ്മതിക്കില്ല, അത് അവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് അവർ അതുമാത്രം പറയുകയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മോട് പങ്കുവയ്ക്കുകയുള്ളൂ. തങ്ങളുടേതായ ഇഷ്ടങ്ങളാണ് അവർ ചെയ്യുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ, പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വാക്കിൽ വിശദീകരിക്കുകയാണ് എങ്കിൽ, നിന്റെ ഹിതം ഉപേക്ഷിച്ചിട്ട് അവന്റെ ഹിതത്തെ അംഗീകരിക്കുകയാണ്. നിന്റെ ഇഷ്ടങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ ഇഷ്ടങ്ങളെല്ലാം കർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ ഒരുങ്ങുന്നതാണ് പ്രാർത്ഥന. എത്ര ആളുകളുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ? ഇന്ന് ഞാൻ ഓരോരോ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്നതല്ല. ഇന്ന് ദൈവം എനിക്ക് നൽകുന്ന കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. ചില സമയത്ത് നാം ചോദിക്കുന്നത് ദൈവം നൽകും. നിങ്ങൾ ചോദിക്കുന്നത് അവന്റെ ഹിതമാണെങ്കിൽ അവൻ നൽകും. നിങ്ങൾ ചോദിപ്പിന് ഞാൻ നൽകാമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ചോദിക്കുമ്പോൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ചോദിച്ചത്, അല്ലാതെ ആ വാക്ക് നോക്കുക, സുഖഭോഗങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങൾക്ക് വെറുതെ അനുഭവിക്കുവാനായി, നിങ്ങളുടെ ആനന്ദത്തിനായിട്ട്. അത് ആനന്ദമെന്ന് പറഞ്ഞാലും ശരിയായ വാക്കല്ല, നിങ്ങളുടെ ആസ്വാദനത്തിനായിട്ട്. എന്താണ് തെറ്റായ രീതിയിലുള്ളതായ ആനന്ദം? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ദോഷകരമായി അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്നവനായ ദൈവമേ, ദൈവമേ, ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കാൽ ഒടിഞ്ഞു പോകും. നീ രാത്രി മുഴുവൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവന്റെ കാൽ ഒടിഞ്ഞു പോകുമോ? എന്തുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥന അവൻ കേട്ടില്ലേ? കേട്ടു. എന്നാൽ നീ ചോദിച്ചത് ശരിയായത് അല്ലാത്തതുകൊണ്ടാണ്. ഈ കാലത്തുള്ള മനുഷ്യർ പ്രാർത്ഥനയിൽ അവരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥനയിൽ അവൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം എന്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുമെന്ന്. നാം പ്രാർത്ഥനയിൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. നാം ചെയ്യുന്നതായ പ്രവൃത്തികൾ എല്ലാം തന്നെ നാം നമ്മുടെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത്, ഇഷ്ടമില്ലാതെയാണോ ചെയ്യുന്നത്? ഇഷ്ടമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ? മാനസികമായി നീ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും കാര്യങ്ങൾ നിനക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ നിന്റെ മനസ്സിൽ നീ തീരുമാനം എടുക്കുകയാണെങ്കിൽ, പൗലോസ് യെരുശലേമിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ പോകുവാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, നീ അവിടേക്ക് പോകാൻ പാടില്ല, അവിടെ ചെന്നാൽ നിന്നെ കൊല്ലും, നിനക്ക് ദോഷം സംഭവിക്കും, അവിടെ നിന്നെ തടവറയിലാക്കും, നിനക്ക് കഷ്ടതയായിരിക്കും, അവിടെ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നീ പോകാൻ പാടില്ല. എന്നാൽ പൗലോസ് എന്താണ് പറഞ്ഞത്? കഷ്ടതയുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ പോകും. എന്തുകൊണ്ടെന്നാൽ ഇത് ദൈവത്തിന്റെ ഹിതമാണ്. അതുകൊണ്ടാണ്. നമുക്ക് ആ വചനമൊന്ന് വായിക്കാം. ഇത് കേട്ടാറെ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞു, എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവ് യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നു പറഞ്ഞു ഞങ്ങൾ മിണ്ടാതെയിരുന്നു. അബ്ബ, എന്തൊരു ദൈവദാസനാണ്! നോക്കുക, വിജയവാഡയ്ക്ക് ചെന്നാൽ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? വരുമോ? നീ അങ്ങോട്ട് പോകരുത്, യെരുശലേമിൽ പോയാൽ നിനക്ക് തിന്മ സംഭവിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞ? ഞാൻ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, മരിക്കുവാനും തയ്യാറായിട്ടാണ് പോകുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെക്കുറിച്ച് കരയുന്നത്? ഞാൻ തയ്യാറാണ്. കാരണം ഇത് ദൈവത്തിന്റെ ഹിതമാണ്. ഞാൻ മരിക്കുന്നതിന് മുൻപ് രാജാവിനോട് എനിക്ക് സാക്ഷ്യം പറയണം, അവിടെയുള്ള അധികാരികളോട് സാക്ഷ്യം പറയണം. എനിക്ക് എല്ലാത്തിലും ശ്രേഷ്ഠമായ മരണമാണ് ലഭിക്കാൻ പോകുന്നത്, അല്ലാതെ വെറുമൊരു മരണമല്ല. കർത്താവിന്റെ രക്തസാക്ഷിയായിട്ട് എനിക്ക് മരിക്കണം. ഇത് എന്റെ ഹിതമല്ല, കർത്താവിന്റെ ഹിതമാണ്. കർത്താവിന്റെ ഹിതമാണ്. കർത്താവിന്റെ ഹിതം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. സ്വർഗത്തിൽ നിന്റെ ഇഷ്ടം നടക്കുന്നത് പോലെ കർത്താവ് എന്റെ ജീവിതത്തിലും നിന്റെ ഇഷ്ടം നടക്കണമേ എന്ന് എല്ലാവരും ഒരുമിച്ചിപ്പോൾ പറയുക. സ്വർഗത്തിൽ നിന്റെ ഇഷ്ടം നടക്കുന്നത് പോലെ കർത്താവേ, എന്റെ ജീവിതത്തിലും നിന്റെ ഇഷ്ടം നടത്തുമാറാകണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്നുള്ളതായ വാക്ക് മാറ്റിയിട്ട് സ്വർഗത്തിലെ പോലെ തന്നെ എന്റെ ജീവിതത്തിലും നിന്റെ ഇഷ്ടം. അതാണ്, ആ സാക്ഷ്യമാണ് ഒരു വ്യക്തി പറയേണ്ടത്. 40 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ഹിതം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജീവിതം ഞാൻ അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ ദിവസം വരെയും അവന്റെ ഹിതത്തിൽ ഞാൻ
മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാനും അനുഗ്രഹിക്കപ്പെടുന്നു, മറ്റനേകർക്കും അനുഗ്രഹമായി തീരുന്നു. അവന്റെ ഹിതത്തിൽ കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്, മരിക്കേണ്ടിയും വരും. എന്നാൽ അവന്റെ ഹിതം ഉത്തമമായതാണ്, അവന്റെ ഇഷ്ടം. എല്ലാ ദിവസവും എഴുന്നേറ്റാൽ ഉടൻ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ദിവസം നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ എന്ന്. എല്ലാ കാര്യത്തിലും ദൈവത്തിന് ഹിതം ചെയ്യുക. വിവാഹ കാര്യത്തിൽ ദൈവത്തിന് ഹിതം ചെയ്യുക. വീട് വാങ്ങാൻ പോകുമ്പോൾ, കാറ് വാങ്ങാൻ പോകുമ്പോൾ ദൈവത്തിന് ഹിതം നോക്കുക. ഇങ്ങനെ ഓരോ തവണയും നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ലയോ? പ്രാർത്ഥിക്കുമോ ഇല്ലയോ? സകലതും പ്രാർത്ഥനയാൽ നിങ്ങൾ പ്രാരംഭിക്കണം. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകണം. വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കാൻ മറക്കരുത്. ആഹാരം കഴിക്കുമ്പോൾ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുക. വസ്തു വാങ്ങാൻ പോകുമ്പോൾ കർത്താവിനോട് ചോദിക്കുക. വാഹനം വാങ്ങാൻ പോകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പോവുക. പാസ്റ്റർ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നീ കാത്തു നിൽക്കണ്ട. നീ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പാസ്റ്റർ പിന്നെ പ്രാർത്ഥിച്ചോളും. നീ തന്നെയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ദൈവദാസനെ അല്ല നീ പ്രാർത്ഥന ഏൽപ്പിക്കേണ്ടത്. ഒരുവൻ പറയുകയാണ്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. പ്രാർത്ഥിക്കുക എന്നത് ദൈവദാസന്റെ പണിയാണെന്നും ദശാംശം കൊടുക്കുന്നത് അവന്റെ പണിയാണെന്നും വിശ്വാസികളുടേതാണെന്ന് ആരാണ് ഇത് പഠിപ്പിച്ചത്? നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചാലും. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അത്ഭുത കാര്യങ്ങൾ കാണാൻ കഴിയും. ഒരു കല്ലെനിക്ക് എടുക്കുവാൻ കഴിയില്ലെങ്കിൽ ബ്രദർ ഒരു കൈവെക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സഹായിക്കാൻ അഭ്യർത്ഥിക്കും. നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തതിനും അപ്പുറം നിങ്ങൾക്ക് പ്രാർത്ഥനാ ഭാരമുണ്ടാകുമ്പോൾ മറ്റൊരു വിശ്വാസിയെ വിളിക്കും, അല്ലെങ്കിൽ മറ്റൊരു ദൈവദാസനോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ അപേക്ഷിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അവരുടെ സഹായത്താൽ നമുക്കും പ്രാർത്ഥനയിൽ വളരുവാനും കഴിയും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടുമാറാകട്ടെ. നിന്റെ രാജ്യം വരുമാറാകട്ടെ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരുമാറാകട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് നൽകണമേ എന്നാണോ? അന്നന്നത്തേക്കുള്ള ആഹാരം നൽകണമേ. അതാത് ദിവസത്തിന് അതാത് ദിവസത്തിന്റെ ദോഷം മതി. നാളെക്കുറിച്ച് ആകുലപ്പെടരുത്. എന്താണ്? എല്ലാ ദിവസങ്ങളിലും ആവശ്യമുള്ള ആഹാരം. അതായത് ആഹാരം എന്ന് പറയുമ്പോൾ ചോറാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ ആഹാരത്തിൽ പ്രധാനമായതും ചോറാണ്, അപ്പമല്ലല്ലോ. ചില ആളുകളാണെങ്കിൽ റൊട്ടി എന്ന് പറയും. റൊട്ടിയുണ്ട്. അതായത് ആഹാരം എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളതായ ചോറ്. ശരീരത്തിന് നിങ്ങൾക്ക് ആഹാരം എത്രയാണോ ആവശ്യമുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിന് പ്രാർത്ഥന എന്ന ആഹാരം അത്രയും ആവശ്യമാണ്. ശിശുക്കൾക്ക് പാലാണ് ആഹാരം. പുതുതായി രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ദൈവവചനമെന്ന പാൽ ആവശ്യമാണ്. ആത്മീയമായി ബലം പ്രാപിക്കുമ്പോൾ നമുക്ക് കട്ടിയായ ആഹാരം ആവശ്യമാണ്. വളരെ ദുഃഖകരം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അനേകം വിശ്വാസികളും ഈ കാലത്തും പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ തന്നെയായിരിക്കുന്നു. ദൈവദാസന്മാരും അവർക്ക് പാല് മാത്രമാണ് കൊടുക്കുന്നത്. അതും ഒറിജിനൽ പാലല്ല, അമ്മയുടെ പാലല്ല. എന്തു പാലാണ്? കുപ്പിപ്പാലാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നതായ മെസ്സേജുകൾ ആകുന്ന പാലുകൾ. ആരുടെയോ മെസ്സേജുകൾ കോപ്പി അടിച്ചിട്ട് കുപ്പിയിലാക്കി കൊണ്ടു കൊടുക്കുന്നു. വളരെ വിചിത്രമായ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് ആ കുപ്പിപ്പാൽ പോലും കിട്ടത്തില്ല. വെറുതെ വചനമാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ കൊടുക്കും പാലാണെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കാണത്തില്ല. വചനം ഇന്ന് പല സഭകളിലും കാണുന്നില്ല. മനസ്സിനാവശ്യമായ ശാന്തി ലഭിക്കുന്നില്ല. ആത്മാവിന് ആവശ്യമായ തൃപ്തി ലഭിക്കുന്നില്ല. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്ന് പറഞ്ഞു. വളരെ ദുഃഖകരമാണ്, വളരെ ദുഃഖകരം. കട്ടിയായ ആഹാരം ഭക്ഷിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സൗഖ്യം പ്രാപിക്കും, അത്ഭുത കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം പാല് പോലുള്ള കാര്യങ്ങളാണ്. പാലാണ്. ക്രിസ്തുവിനു വേണ്ടി ക്രൂശെടുത്ത് അനുഗമിക്കുക. താഴ്മയുള്ള സ്വഭാവത്തോടുകൂടി ക്രിസ്തുവിനെ അനുഗമിക്കുക. നുറുക്കമുള്ള മനസ്സോടുകൂടി ആയിരിക്കുക. ആത്മാക്കളെ നേടുക, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതായ ഉപദേശങ്ങൾ ഇന്ന് കാണുന്നതേയില്ല. ദൈവം എനിക്ക് എന്ത് നൽകുമെന്ന ആശയല്ലാതെ ദൈവത്തിന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത്. നോക്കൂ, ചെറുപ്രായത്തിൽ അമ്മയോട് ചോദിക്കും, അമ്മ എന്ത് തരും, അപ്പൻ എന്ത് തരുമെന്നൊക്കെ. എന്നാൽ അവർ വളർന്ന് വലുതായി കഴിഞ്ഞ് മുതിർന്നവരായി കഴിയുമ്പോൾ ആ മക്കൾക്ക് എങ്ങനെയുള്ള മനസ്സാണ് വേണ്ടത്? പ്രായമുള്ള അപ്പനോടും അമ്മയോടും നിങ്ങൾ എന്ത് തരുമെന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ അമ്മയ്ക്ക് എന്ത് സഹായം ചെയ്യണം, അപ്പൻ എന്ത് സഹായം ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്. എന്താണ്? ആത്മീയമായി വളർന്ന ശേഷം, അഭിവൃദ്ധി പ്രാപിച്ചതിന് ശേഷം ദൈവത്തിനു വേണ്ടി ഞാൻ എന്തു ചെയ്യണം, എന്നെ ദൈവം എത്രമാത്രം അനുഗ്രഹിച്ചു, ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതായ ആലോചന വരാതെ ഗെറ്റ് 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 അവസാനം ഫോർഗെറ്റ്. എന്താണ്? കർത്താവെ തരൂ 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 എന്ന് പറഞ്ഞ അവസാനം എന്തു തന്നു എന്ന് ചോദിക്കും. കിട്ടിയതെല്ലാം വാങ്ങിവെച്ചിട്ട് എനിക്ക് എന്തു തന്നു എന്ന് അവസാനം ചോദിക്കും.
എന്നാൽ ദൈവം എത്ര നല്ലവനാണ്. ഗീവ് 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 ഫോർഗീവ്. അവന്റെ സ്വഭാവം എന്താണ്? നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമുക്ക് യോഗ്യരല്ലെങ്കിലും നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നാം ഇപ്പോൾ മടിയന്മാരായിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കോ ഇതിനെക്കുറിച്ച്? എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. പ്രതിദിനവും ദൈവത്തിന്റെ വചനം വായിക്കണം. നമുക്കൊരു വചനഭാവം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം, അതായത് എബ്രായർക്ക് എഴുതിയതായ ലേഖനം, അതിൻ്റെ 5-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഈ കാലത്തും അതുതന്നെയാകുന്നു വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്കു ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മത്തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? കട്ടിയായ ആഹാരം. വർഷങ്ങളായിട്ട് സഭയിൽ പോകുന്ന വിശ്വാസികളെ, സ്നാനപ്പെട്ടിട്ട് 10 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു എന്ന് പറയുന്നവരെ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കണമോ, അതോ നിങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ദുഃഖത്തിൽ കിടക്കുകയാണോ, അതോ ദുഃഖത്തിൽ കിടക്കുന്ന ആരെയെങ്കിലും നിങ്ങൾ ആശ്വസിപ്പിക്കുകയാണോ? നിങ്ങൾ ഇപ്പോൾ വിശ്വാസത്തിൽ വളരുന്നവരാണോ, അതോ ഇപ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് വെള്ളം തരൂ, എണ്ണ തരൂ എന്ന് പറയുന്നതായ അവസ്ഥയിൽ തന്നെയാണോ? പാൽ കുടിക്കുന്നവൻ അവൻ ശിശുവാണ്. എല്ലാ ദിവസവും ക്രമമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് നാം എന്തു കഴിക്കുന്നു എന്നുള്ളതല്ല മുഖ്യം. വിവരമുള്ള ആളുകൾ പറയുന്നത്, നീ എന്തു കഴിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നീ എങ്ങനെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. സമയമനുസരിച്ച് 3 നേരം കഴിക്കുന്നതായ ഒരു വ്യക്തി, അത് അവൻ എന്തു കഴിച്ചാലും അതവന് ആരോഗ്യത്തിന് നല്ലതായി തന്നെ ഇരിക്കും. എന്നാൽ ഈ കാലത്ത് എങ്ങനെയാണ് കഴിക്കുന്നത്? ഒരു ദിവസം ഓവർഡോസ് ആണെങ്കിൽ മറുദിവസം പട്ടിണിയായിരിക്കും. ഒരു ദിവസം 3 മണിക്ക് കഴിക്കും, ഒരു ദിവസം 4 മണിക്ക് കഴിക്കും, ഒരു ദിവസം 10 മണിക്ക് കഴിക്കും. ആഹാരക്കാര്യത്തിൽ ഒരു ക്രമമില്ലാത്തത് കാരണമായി ഇന്ന് അസിഡിറ്റി പ്രോബ്ലം ഒന്ന് മാത്രമാണോ? ഇന്നുള്ള രോഗത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ദിവസം മുഴുവനും നിന്റെ ഹിതപ്രകാരം ഞങ്ങളെ നടത്തണമേ. ഇന്നെന്റെ പണികൾ ചെയ്യാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ചോദിക്കണം. നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കുക. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു തരണമേ. അതിനുശേഷം വായിക്കുക, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ നമ്മോടും ദൈവം ക്ഷമിക്കും. എല്ലാ ദിവസവും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നാം പഠിക്കേണ്ടതാണ്. എല്ലാ ദിവസവും നാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പരിശീലിക്കേണ്ടതാണ്. അതാണ് എല്ലാ ദിവസവും നമ്മുടെ വായിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന വാക്ക് നാം എടുക്കേണ്ടതാണ്. അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ചില ആളുകളെ സംബന്ധിച്ച് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ച് വലിയ ഒരു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന രീതിയിലാണ്. ഞാനെന്തിനു ക്ഷമിക്കണം എന്ന് പറയുന്ന രീതിയിൽ. എന്താണ്? ഭാര്യയും ഭർത്താവും എല്ലാ ദിവസവും പരസ്പരം തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ നാം പരിശീലിക്കേണ്ടതാണ് ദിവസവും. അങ്ങനെയുള്ളപ്പോൾ അവിടെ പിന്നെ കലഹം ഉണ്ടാവുകയില്ല. നാം ക്ഷമിക്കുന്ന സമയത്ത് കർത്താവ് നമ്മോട് ക്ഷമിക്കും. 5 കോടി പണം കൊടുക്കാനുള്ള വ്യക്തിയോട് കടം കൊടുത്ത ആൾ ക്ഷമിക്കുവാൻ ഇടയായി. അയാൾ പുറത്തിറങ്ങിയ സമയത്ത് അയാൾക്കാരോ ഒരു 50 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ 50 രൂപ താ എന്ന് പറഞ്ഞിട്ട് മറ്റവന്റെ കുത്തിനു പിടിക്കുവാനിടയായി. ഈ വിഷയം അറിഞ്ഞ രാജാവ് അയാളെ വിളിപ്പിച്ചു. രാജാവ് ചോദിച്ചു, ഞാൻ നിനക്ക് 5 കോടി രൂപ ഇളച്ചു തന്നപ്പോൾ നീ ഇതാ ഇവന്റെ 50 രൂപ പോലും ക്ഷമിക്കുവാൻ കഴിയില്ലയോ? മുഴുവൻ കെട്ടു എന്ന് പറഞ്ഞു. എന്താണ് പറയുന്നത്? നീ ക്ഷമിക്കാതെ യേശുവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും? എത്രയും കൂടുതൽ നാം ആളുകളോട് ക്ഷമിച്ചാൽ അത്രയും കൂടുതൽ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടും. നിനക്കിഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച് ഒരു നിമിഷം പോലും ധ്യാനിക്കരുത്. നിനക്കിഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച് നീ ചിന്തിക്കുകയും അരുത്. നിന്നെ ദുഃഖിപ്പിക്കുകയും നിന്നെ സങ്കടപ്പെടുത്തുകയും ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാര്യം വിട്ടുകളയും. അത് നിങ്ങൾ മറന്നു കളയുക. അല്ലാതെ അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്നോട് അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ചിന്തിക്കരുത്. അങ്ങനെ ചെയ്താൽ BP കൂടുന്നത് ആർക്കാണ്? നിനക്ക് തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സമായി വരുന്നുണ്ട് എങ്കിൽ അപ്പോൾ തന്നെ ക്ഷമിച്ചാൽ നിനക്ക് പ്രാർത്ഥന അനുഗ്രഹമാകും. അവൻ നമ്മെ പരീക്ഷിക്കുകയില്ല,
ദോഷത്താൽ പരീക്ഷിക്കുകയില്ല, പാപത്താൽ പരീക്ഷിക്കുകയില്ല. പരീക്ഷിക്കുന്നത് സാത്താനാണ്. ദൈവം പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പരിശോധിക്കുകയാണ്. അപ്പോൾ നിനക്ക് വഹിക്കുവാൻ കഴിയാത്ത വണ്ണമുള്ള പരീക്ഷ ദൈവം നിനക്ക് അനുവദിക്കുകയില്ല. നിനക്ക് സഹിക്കുവാൻ കഴിയുന്ന ശോധന അനുവദിക്കൂ. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ശോധന വിട്ടുമാറി എന്ന് പറയുന്നത്. ഇന്ന് വലിയൊരു ശോധനയിൽ നിന്നും നാം എല്ലാവരും തന്നെ വിടുവിക്കപ്പെട്ടതായ ആളുകളാണ്. അങ്ങനെ നമുക്ക് വിടുതൽ ലഭിക്കുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ നാം ദിനംതോറും പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശോധനകളെ ജയിക്കുവാനുള്ളതായ ശക്തി ദൈവം നമുക്ക് നൽകും. കാരണം ശക്തിയും മഹത്വവും ദൈവത്തിനാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ദൈവദാസന്റെ മേലും ഒരു സഭയുടെ മേലും ഒരു സഹോദരന്റെ മേലും ഒരു സഹോദരിയുടെ മേലും കോപമാകട്ടെ, ദേഷ്യമാകട്ടെ, സങ്കടം ആകട്ടെ, പോരാട്ടം ആകട്ടെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നാം എല്ലാവരും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണെന്ന വിഷയം മനസ്സിലാക്കി ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുമ്പോഴെല്ലാം, കർത്താവെ, ഞാൻ നിമിത്തമായി നിന്റെ നാമത്തിന് എവിടെ വെച്ചെങ്കിലും അപമാനം വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവെ നിന്ന വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവെ നീ എന്നോട് ക്ഷമിച്ച് എന്നെ നീ കഴുകണമേ. നിന്റെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. മൂന്നാമതായി, നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ ഉള്ളതുപോലെ എൻ്റെ ജീവിതത്തിലും നിന്റെ ഇഷ്ടം നിറവേറുവാനായിട്ട് സഹായിക്കണമേ. നാലാമതായി, ഞങ്ങൾക്ക് ആവശ്യമുള്ളതായ ആഹാരം അത് മറന്നുപോയോ? നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെതായ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന് വേണ്ടി നാം ഒരുക്കപ്പെടുകയാണ്. നീ രാജാവാകുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു. അതായത് അവന്റെ രാജ്യം ഈ ലോകത്തെ സംബന്ധിച്ചുള്ളതല്ല, എന്റേത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിലേക്കാക്കുവാൻ ഈ ലോകത്തിലുള്ള മനുഷ്യരെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ആധാർ കാർഡ് സ്വർഗത്തിൽ ഉണ്ടെന്നാണ് അർത്ഥം. ഇവിടെ നിന്റെ പേരുണ്ടോ എന്നാണ് നീ നോക്കുന്നത്. എന്നാൽ നിന്റെ പേര് അവിടെയുണ്ടോ? അവർ സിറ്റിസൺഷിപ്പ് ഇൻ ഹെവൻ, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആകുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദിവസം തോറും നിന്റെ പ്രാർത്ഥനയിൽ ബലപ്പെടുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഒരു ദിവസം വചനം വായിക്കുന്നു, അടുത്ത ദിവസം ഞങ്ങൾ വായിക്കുന്നില്ല ദൈവമേ. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ അടുത്ത ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലപ്പാ. അതുകൊണ്ടാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കൊരു വളർച്ച ഉണ്ടാകാത്തത്. അനുദിനവും അനുസരിക്കുന്ന ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അതത് ദിവസങ്ങൾക്ക് ആവശ്യമായ ആത്മീയ മന്ന ഭക്ഷിക്കുവാൻ ഉള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ മറുപടി ലഭിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ടെന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല. പ്രാർത്ഥന ചെയ്യുന്നുണ്ടെന്നാൽ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നിട്ടുണ്ടോ? നീ അവന്റെ ഹിതപ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നിറവേറ്റണമേ. ഞാൻ ചിന്തിക്കുന്നതല്ല നീ ചിന്തിക്കുന്നത് നടത്തണമേ. കർത്താവേ, എന്റെ ഇഷ്ടമല്ലപ്പാ, നിന്റെ ഇഷ്ടം തന്നെ ഞാൻ ചെയ്തു കൊള്ളാം. നിന്റെ ഹിതമാണപ്പാ എന്റെ ഹിതം, നിന്റെ ഇഷ്ടമാണപ്പാ എന്റെ ഇഷ്ടം. നിന്റെ ഹിതം തന്നെ പ്രവർത്തിക്കാമെന്ന ദൈവത്തോടൊരു തീരുമാനം നമുക്ക് എടുക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി നീ ഞങ്ങളിലേക്ക് ഒന്ന് നോക്കണമേ അപ്പാ. ഞങ്ങളുടെ നിലവിളി നീ കേൾക്കണമേ. ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ സങ്കടങ്ങളെ നീ മാറ്റണമേ അപ്പാ. നിന്നോട് ചേർന്നുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ അപ്പാ. ക്രമമായുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ അപ്പാ. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. നിന്നോട് ബന്ധമുള്ളതായിട്ടുള്ള ഒരു ജീവിതം, നിന്നോട് സംസാരിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, യേശുവേ, യേശുവേ.
യേശുവേ 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 യേശുവേ